أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم كانوا قبل ذلك مترفين بسم الله الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ അധ്യായം സൂറത്ത് വാഖിയയിലെ 2-ാമത്തെ റുകൂഹിൽ നിന്ന് 45-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സൂറത്ത് വാഖിയ എന്നാൽ സംഭവം എന്നാണ്. സംഭവം എന്നാൽ ഖിയാമത്ത് നാൾ. എന്താണ് ആ സംഭവം? ഇവിടെ 1-ാമത്തെ റുകൂഹിൽ 1 മുതൽ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുകയാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരും അതിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെയെല്ലാം അള്ളാഹു നശിപ്പിക്കുക തന്നെ ചെയ്യും. ഭൂമിയിൽ നന്മയും തിന്മയും ചെയ്തു നടന്ന മനുഷ്യർ അവർ ഖബറുകളിൽ നിന്ന് 3 വിഭാഗക്കാരായിട്ടാണ് വേർതിരിച്ച് പരലോകത്തെത്തുന്നത്. അതിൽ 1-ാമത്തെ വിഭാഗക്കാർ സാബിഖൂൻ, നന്മയിലേക്ക് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഈ കൂട്ടർ പദവിയിലും സ്ഥാനത്തിലും ഉന്നതരായ മഹാഭാഗ്യവന്മാരാണ്. 2-ാമത്തെ വിഭാഗക്കാർ മൈമന, വലതുപക്ഷക്കാർ, സാധാരണ സത്യവിശ്വാസികളായ സജ്ജനങ്ങളിൽപ്പെട്ടവർ. 3-ാമത്തെ വിഭാഗക്കാർ മഷ്അമ, ഇടതുപക്ഷക്കാർ, അതായത് സത്യനിഷേധികൾ, ദൗർഭാഗ്യവന്മാർ. ഇവിടെ 1-ാമത്തെയും 2-ാമത്തെയും വിഭാഗക്കാർക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല 2-ാമത്തെ റുകൂഹിൽ 3-ാമത്തെ വിഭാഗക്കാരായ ഇടതുപക്ഷക്കാരെ കുറിച്ച് അവർക്ക് കിട്ടുന്ന നരകത്തെ കുറിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. നമുക്ക് ഇനി ആയത്തിലേക്ക് കടക്കാം. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഇന്നഹും നിശ്ചയമായും, കാനൂ അവർ ആയിരുന്നു, ഖബല ദാലിക ഇതിനു മുമ്പ്, നിശ്ചയമായും അവർ ആയിരുന്നു ഇതിനു മുമ്പ്. എവിടെ? മരിച്ച് പരലോകത്തെത്തുന്നതിനു മുമ്പ് അവർ ഈ ദുനിയാവിൽ ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മുത്രഫീൻ, അവർ സുഖലോലുപരായിരുന്നു. നിശ്ചയമായും അവർ ആയിരുന്നു ഇതിനു മുമ്പ് സുഖലോലുപരായിരുന്നു. എവിടെയാണ്? ദുനിയാവിൽ. അവർ മരിച്ച് പരലോകത്തെത്തുന്നതിന് മുമ്പ് അവർ ദുനിയാവിലെ ജീവിതം ആഡംബരങ്ങളിൽ മുഴുകി സുഖിച്ച് ജീവിച്ചവരായതുകൊണ്ടാണ് അവർ നരകത്തിന്റെ ആളുകളായത്. ദുനിയാവിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനെ അനുസരിച്ച് ജീവിക്കാനാണ്. അതിനായി അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചു. സമ്പത്തിലും ചുറ്റുപാടിലും നമ്മുടെ ശരീരങ്ങളിലും എല്ലായിടത്തും എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്കായി കരുതി വെച്ചു. എന്നിട്ട് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു കൂട്ടർ ആഡംബരങ്ങളിൽ മുഴുകി വലിയ കാറും വീടും, ഹലാലില്ല, വാജിബില്ല, സുന്നത്തില്ല, ദീനില്ല, അള്ളാഹു ഇല്ല, കിതാബില്ല, പ്രവാചകന്മാരില്ല, തൗഹീദില്ല, തെറ്റിൽ നിന്ന് തെറ്റുകളും ഹറാമുകളും ചെയ്ത് ദുനിയാവിൽ സുഖലോലുപരായി ജീവിച്ച ആളുകൾ. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. എന്നാലും ആ തെറ്റിനെ ശരിയാക്കാതെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ചിലവരെയെല്ലാം അവർ പങ്കാളികളാക്കി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വന്ന പ്രവാചകന്മാർ ലോകാവസാനത്തെക്കുറിച്ചും മരണവും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുമെന്നും നരകവും സ്വർഗവും അന്ത്യനാളിലെയും പരലോകത്തെ ശിക്ഷകളെ കുറിച്ചും ഓർമ്മിപ്പിച്ച് താക്കീത് ചെയ്തപ്പോൾ അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന തെറ്റുകളിൽ അർമാദിച്ച് ദുനിയാവിൽ സുഖാഡംബരങ്ങൾ ജീവിച്ചു. തൗബ ചെയ്ത് നന്മയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കാതെ അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ മരണപ്പെട്ടു പോകുന്ന ഈ സുഖിയാന്മാർ നരകത്തിലാണ് സ്വയം കൂപ്പൂത്തി വീഴുന്നത്. സൂറത്ത് ഇസ്രായേൽ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സുഖിയാന്മാരെ കുറിച്ച് പറയുന്നത്, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചാൽ അതിലെ സുഖിയാന്മാരോട് കൽപ്പിക്കും. എന്നിട്ട് അവർ അതിൽ തോന്നിവാസം പ്രവർത്തിച്ചാലും അപ്പോൾ നാം അതിനെ ഒരു തകർക്കുമെന്ന്. അതുപോലെ തന്നെ ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ സുഖിച്ച് ജീവിച്ച ആളുകൾക്ക് നൽകുന്ന നരകത്തിലെ സുഖാനുഗ്രഹങ്ങളുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടതുപക്ഷക്കാരായവർക്ക് അവിടെ അവരെ കാത്തിരിക്കുന്നത് ചൂട് കാറ്റും തിളച്ചു മറിയുന്ന ചൂടുവെള്ളവുമാണ്. വെൽക്കം ഡ്രിങ്കിനായി അവർക്ക് കൊടുക്കുന്നത് കടുത്ത ചൂടുള്ള തിളച്ചു മറിയുന്ന ചൂടുവെള്ളം. ഒന്ന് ആലോചിച്ചു നോക്കും മനുഷ്യരെ. അവിടെ തഴുകുന്ന അവരുടെ കാറ്റ് കടുത്ത തീക്കാറ്റാണ്.
നമുക്ക് ഈ ദുനിയാവിലെ ഒരു ചൂട് കാറ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നരകത്തിലെ കാറ്റ് സഹിക്കാൻ കഴിയുന്നത്? അവിടെ തണല് ലഭിക്കും. എങ്ങനെയുള്ള തണല്? കറുത്തിരുണ്ട പുകയുടെ തണല്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കറുത്തിരുണ്ട പുക പടലത്തിന്റെ ഒരു നിഴൽ അവർക്ക് മേൽ കരിനിഴലായി ലഭിക്കുമെന്ന്. അവർ തള്ളിപ്പറഞ്ഞ നരകത്തിലേക്ക് അവരെ ആട്ടിത്തളിച്ചു കൊണ്ടുപോകും. അവിടെ കുളിരേകുന്നതോ സന്തോഷം പകരുന്നതോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ അവർ ദുനിയാവിൽ തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ അള്ളാഹുലേക്ക് മടങ്ങിയത് കൊണ്ടാണ്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത് ദുനിയാവിൽ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുതേ എന്ന് കൂടിയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുൻകഴിഞ്ഞു പോയ ജനതയിൽ അള്ളാഹുവിനെ അവർക്ക് നൽകിയ ശിക്ഷകളും അവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. നരകത്തിലെ അതികഠിനമായ ശിക്ഷകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കലാം അനുസരിച്ച് അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് തിരുസുന്നത്ത് അനുസരിച്ച് ജീവിച്ച് വലതുപക്ഷത്തിലൂടെ ആ കർമ്മപുസ്തകം വാങ്ങുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.